ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല നേതാക്കളും പ്രവർത്തകരും അതിൻ്റെ അകത്തുള്ളവരും ഈ പറയുന്ന സ്ട്രാറ്റജിസ്റ്റ് ആണെങ്കിലും മലയാളികളായ പല ആൾക്കാരുണ്ട്, പല ഇന്ത്യക്കാരുണ്ട്, പിന്നെ ഹിന്ദുക്കൾ അല്ലാത്തവരും ഉണ്ട്. കാരണം ഇവിടുന്ന് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഈ ഇന്ത്യയിൽ നടന്ന AI സമ്മിറ്റ് നടന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഒറിജിൻസിൻ്റെ പല ആളുകളുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ പല AI കമ്പനിയുടെയും ടെക് കമ്പനികളുടെയൊക്കെ CEO ആയിട്ടൊക്കെ ഇന്ത്യയിൽ വന്നു. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കി, ഇതിൻ്റെ ബേസ് മനസ്സിലാക്കണം. ഈ പോയ ഇന്ത്യക്കാരിൽ 15 മുതൽ 26%, അതായത് റിസർച്ച് റിപ്പോർട്ട്, ഇവർ ക്രിസ്ത്യൻസാണ്, ഇവർ ഹിന്ദുക്കളല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അവർ ആ സാഹചര്യത്തിൽ പോയി ജീവിക്കും, അവരെ കല്യാണം കഴിയുന്നു, അടുത്ത ജനറേഷൻ ആകുന്നു, പിന്നെ എങ്ങനെ പോകുന്നു, കുട്ടികളുടെ പഠനം പോകുന്നു, അവർക്കൊരു കമ്മ്യൂണിറ്റി വേണം. കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈ പറയുന്ന വൈഡൊന്നുമല്ല. ഈ പോകുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഹിന്ദു വിശ്വാസവും അമ്പലവും പള്ളിയും, ഈ പോകുന്ന ആൾക്കാർ, കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ പള്ളിയും പട്ടവും ആ സംഭവങ്ങളൊക്കെ കാണും. പക്ഷേ ഒരു കാര്യം, അവരുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്ന അവിടുത്തെ കുട്ടികളുടെ ഇടയ്ക്കാണ് വളരുന്നത്. അവരവിടെ ജനിച്ചാണ് അവർ റേസ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് ഈ പറയുന്ന മലയാളികളുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ബന്ധവും ഒക്കെ അങ്ങ് മാറി. പിന്നെ അവിടെയുള്ള കുട്ടികളുമായിട്ടാണ് ബന്ധം ഉണ്ടാകുന്നത്. അപ്പം അതിനിടയ്ക്കാണ് അവർക്ക് ഈ കൺവേർഷൻ ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഈ പറയുന്ന ഈ കൺവേർട്ട്, അതായത് ഈ പറയുന്ന ചർച്ചകളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സായിപ്പന്മാരൊന്നും കൂട്ടരുത്. ഇതിനകത്തൊരു ഇന്ത്യക്കാരനുണ്ട്. കാരണം ബ്രിഡ്ജായിട്ട് നിൽക്കാൻ. ആ ബ്രിഡ്ജായിട്ട് നിൽക്കുന്നവർ ഇന്ത്യൻ ഒറിജിനാണ്, പഴയ ഹിന്ദുക്കളാണ്. അവരാണിത് ചെയ്യുന്നത്. ഞാൻ എത്രയോ തെളിവ് തരാം. ഇതാണ് നിങ്ങൾ പല ആൾക്കാർക്കും ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട, പല ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട് മോദിയെ താങ്ങി കിടക്കുന്ന പല, അമേരിക്ക പോയി താങ്ങി കിടക്കുന്ന പല ആൾക്കാർ, അതിൽ ഏകദേശം 50% ക്രിസ്ത്യാനികളാ. 50% ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാർ, ഈ പറയുന്ന ഗുജറാത്തികൾ, അവർ അടുത്ത ജനറേഷൻ ക്രിസ്ത്യനാ. ഞാൻ ഈ പറയുന്ന അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സോഷ്യൽ മീഡിയയിലും ഈ ട്വിറ്റർ, ഈ പറയുന്ന X പ്ലാറ്റ്ഫോമിൽ ഇത് കൃത്യമായിട്ട് അറിയാം.